ഹായ് ഓൾ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒരേ ഷാംപൂ, ഒരേ റേസർ, ഒരേ സോപ്പ്, പക്ഷേ ഫോർ മെൻ എന്ന് എഴുതിയാൽ ഒരു 100 രൂപയും ഫോർ വിമൻ എന്ന് എഴുതിയാൽ ഒരു 200 രൂപയും. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു വില വ്യത്യാസം വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ഒരു കോയിൻസിഡൻസും അല്ല, ഇതൊരു ഡിസ്കൗണ്ട് മിസ്റ്റേക്കും അല്ല, എന്തിന് ഇതൊരു ഫാഷൻ ട്രെൻഡ് പോലും അല്ല. പകരം മാർക്കറ്റിൽ സ്ത്രീകൾക്കുള്ള പ്രൊഡക്ട്സിന് അഡീഷണൽ എമൗണ്ട് ചാർജ് ചെയ്ത് ലാഭം നേടുന്ന ഒരു ട്രെൻഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി ഒരു പാർലറിൽ ഹെയർ കട്ടിന് പോയി കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ. നമ്മളുടെ ചോയ്സ് പോലും അല്ല, വളരെ സൈലന്റ് ആയി ഹിഡൻ ആയി മാർക്കറ്റിൽ ഫീമെയിൽസിന്റെ പ്രൊഡക്ട്സിന് എക്സ്ട്രാ എമൗണ്ട് ചാർജ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണിത്. ഈ ഒരു പ്രക്രിയയ്ക്ക് ഒരു പേരുമുണ്ട്, അതിനെയാണ് പിങ്ക് ടാക്സ് എന്ന് പറയുന്നത്. എന്താണ് പിങ്ക് ടാക്സ് എന്ന് പറയുന്നത്? പിങ്ക് ടാക്സ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ചാർജ് ചെയ്യുന്ന ടാക്സേഷനുമല്ല, ഒരു ലീഗൽ ബേസിസും അല്ല, അതായത് ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യവുമല്ല. മറിച്ച് മാർക്കറ്റിൽ ഫീമെയിൽസിനുള്ള പ്രൊഡക്ട്സ് എന്ന ടാഗിൽ വില കൂടുതൽ ഈടാക്കി വിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെയാണ് പിങ്ക് ടാക്സ് എന്ന് പറയുന്നത്.